നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പക്ഷെ നീ അങ്ങനെയല്ല. ഞാൻ ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ പോലും നീ വിടില്ല. അമ്മ നിന്നോട് പിണങ്ങിയ അമ്മയുടെ പിറകെ നടന്ന് കാല് പിടിച്ചിട്ടായാലും അത് മാറ്റിയെടുക്കും. നിധി, നിന്നെപ്പോലൊരു മരുമകളെ കിട്ടിയ എന്റെ അമ്മ ഭാഗ്യവതിയാ. ഒരിക്കലും അല്ല ഗൗതം. അതുപോലൊരു അമ്മായിയമ്മയെ കിട്ടിയ ഞാനാണ് ഭാഗ്യവതി. പാറുവമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിനേക്കാൾ ഉപരി ആ അമ്മയോട് എനിക്കൊരു കടപ്പാടുണ്ട്. അതെന്താണെന്നറിയോ? എന്താ? എന്നെ മരുമകളായി സ്വീകരിക്കാൻ അമ്മ തയ്യാറായില്ലായിരുന്നെങ്കിൽ ഇതുപോലെ സുന്ദരനും സൽസ്വഭാവിയും സ്നേഹമയനുമായ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടുമായിരുന്നോ? ഇത് കേൾക്കുമ്പോ എനിക്ക് എത്രമാത്രം സന്തോഷമായിന്നറിയോ? എന്താ ഇത്? ഇത് കുറച്ച് ഓവറാണല്ലോ. ഓ, ഓവറൊന്നും അല്ല. എന്നെ ഇങ്ങനെ പുകഴ്ത്തിയ അതിനുള്ള സമ്മാനം തരണ്ടേ? ഇത് സമ്മാനമൊന്നുമല്ല. കിട്ടിയ അവസരം ആശാനങ്ങ് മുതലെടുത്തു. എന്നെ ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എത്ര നാളായെന്നറിയോ? ഞാനിന്നങ്ങ് ലീവ് എടുത്താലോന്ന് ആലോചിക്കുക. ആഹാ, ഒരു ലീവും ഇല്ല. ദേ, മര്യാദയ്ക്ക് ഓഫീസിൽ പോ നോക്ക്. എങ്കില് ഉച്ചവരെങ്കിലും ലീവ് എടുത്താലോ? ലീവ് ഇല്ലാന്ന് പറഞ്ഞില്ലേ? എങ്കില് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാം. നോ പെർമിഷൻ. വൈകിട്ട് കുറച്ച് നേരത്തെ വരാമോ? അതൊന്നും വേണ്ട. ഓഫീസിലെ ജോലിയൊക്കെ തീർത്തിട്ട് വന്നാ മതി. ഇനി നിക്കണ്ട. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. എന്താ? ഞാൻ പോവാം. പക്ഷെ എനിക്കൊരു ലോൺ തരണം. ലോണോ? എന്ത് ലോൺ? രാത്രി തരാൻ വെച്ചിരിക്കുന്നെന്ന് അഡ്വാൻസ് ആയിട്ട് ഒരു 2 എണ്ണം. ഒന്ന് ദേ ഇവിടെയും ഒന്ന് ഇവിടെയും. ആ, ലോണാണേ. രാത്രിയിൽ പലിശ സഹിതം തിരിച്ചു വന്നോളാം. ലോണൊന്നും ഇല്ല. ഞാനേ കടം കൊടുപ്പങ്ങ് നിർത്തി. ആഹാ, എന്നാ പിന്നെ ഞാൻ പോകുന്ന പ്രശ്നമേ ഇല്ല. ലീവല്ല, ഇന്ന് അവധി. എന്റെ ദൈവമേ, കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ. ശരി ശരി, എഴുന്നേക്ക്, ഞാൻ തരാം. വേണ്ട. പലിശ സഹിതം തിരിച്ചു തരുമല്ലോ? ഉറപ്പ്. ഇതിന്റെ 10 ഇരട്ടി തിരിച്ചു തരണം. പിന്നെ ഈ കാര്യത്തിൽ ഞാൻ പിശിക്കത്തില്ല. വാക്ക് പാലിക്കും. 100 ഇരട്ടിയായിട്ട് തിരിച്ചു തരും. ഓക്കെ. 1 2. ഇനി എണ്ണണ്ട. അഡ്വാൻസ് കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടെ ഒരെണ്ണം കൂടി. ആഹാ, ചോദിച്ചു, അത്രയും തന്നു. ഇനിയില്ല. പോന്നോക്കെ പോന്നോക്കെ. ഇറങ്ങ. എന്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഗൗത ഇറങ്ങാൻ നോക്ക. ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരുവേ. കള്ള. ഹലോ നിഖിലേ, പറയടാ. അതെ അതെ, വിഴിഞ്ഞ പ്രൊജക്ടിന്റെ ടെൻഡർ ഇന്ന് തന്നെയാണ്. അത് അത്ര വലിയ പ്രൊജക്ട് ഒന്നും അല്ല, ഒരു വില്ല പ്രൊജക്റ്റാ. ഇല്ലില്ല, ഓഫീസിലോട്ട് വന്നിട്ട് ഞങ്ങൾ സൈറ്റിലോട്ട് പോകത്തുള്ളൂ. ആ അതെ, ആ എഞ്ചിനീയേഴ്സിന്റെ അടുത്തുകൊണ്ട് റെഡി ആവാൻ പറയണേ. ഞാനും ഏട്ടനും ഒരുമിച്ചായിരിക്കും വരുന്നത്. ശരി, അപ്പം ഞാൻ ഇറങ്ങാൻ പോവാം. ഏട്ടാ ഏട്ടാ. എന്തിനാ പ്രണവ് ഇങ്ങനെ ചേട്ടനെ വിളിക്കുന്നത്? അതെ, നീ അന്വേഷിക്കുന്നേ? വെറുതെ പ്രണവിന്റെ കാര്യങ്ങളിൽ കയറി ഞാൻ ഇടപെട്ടതല്ല. ഗൗതം ഇവിടെ ഇല്ലാത്തോണ്ട് ചോദിച്ചതാ. ഇവിടെ ഇല്ലെന്നോ? ഏട്ടാ പിന്നെ അങ്ങോട്ട് പോയി? ഗൗതം ഇപ്പൊ അങ്ങോട്ട് ഓഫീസിലേക്ക് പോയതേ ഉള്ളൂ. ഓഫീസിലോട്ട് പോയതാ? എന്നെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞിരുന്നതാണല്ലോ. പിന്നെന്തു പറ്റി?